ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീക്കെൻഡ് ആയിട്ട് ഇന്ന് നമുക്ക് നല്ലൊരു കിടിലൻ ബിരിയാണി റെസിപ്പി നോക്കിയാലോ. ഞാൻ ഒരുപാട് ബിരിയാണി മുന്നേ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ ബിരിയാണി അതിൽ നിന്നൊക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആണ് കേട്ടോ. മലായ് ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ള ബിരിയാണിയേക്കാളൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ബിരിയാണിയാണിത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള ബിരിയാണികളുടെയും വിവിധതരം റൈസ് റെസിപ്പികളുടെയൊക്കെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ മറക്കാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടും. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പി കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വെള്ളം വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കാം. 2 കുടം വെളുത്തുള്ളിയും വലിയ കഷ്ണം ഇഞ്ചിയും ഞാൻ ചതയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. കാണിക്കാനുള്ള എളുപ്പത്തിന് ചിക്കൻ മസാലയിലേക്കുള്ള പൊടികളെല്ലാം ഞാൻ ഒരുമിച്ചാണ് ചേർത്തിട്ടുള്ളത്. അത് ഇതൊക്കെയാണ്: 2 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ മല്ലിയില, പുതിനയില ഇവയ്ക്കൊക്കെ പകരമായിട്ട് ഇതിൽ ഞാൻ ചേർക്കുന്നത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി കയ്യിലില്ലെങ്കിൽ മാത്രം പകരം മല്ലിയില, പുതിനയില ചേർത്താൽ മതി കേട്ടോ. മലായ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ തൈര് ചേർക്കുന്നില്ല, പകരം ക്രീമാണ് ചേർക്കുന്നത്. തിക്ക് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കാം. ക്രീം കയ്യിലില്ലെങ്കിൽ മാത്രം തീരെ പുളിയില്ലാത്ത തൈര് ചേർത്തെടുക്കുക. തൈരും തക്കാളിയൊന്നും നമ്മളിതിൽ ചേർക്കാത്തത് കൊണ്ട് തന്നെ പുളിക്കായിട്ട് ഞാനിതിൽ ചേർക്കുന്നത് നാരങ്ങാനീരാണ്. 1 വലിയ നാരങ്ങയുടെ നീര് ഞാൻ മുഴുവനായി എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്കുള്ള സബോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യും പിന്നെ ബാക്കി ഓയിലാണ് കേട്ടോ ഞാൻ സബോള ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. 3 വലിയ സബോള, ചെറുതാണെങ്കിൽ 4 എണ്ണമാണ് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. ഇത് 2-3 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സബോള ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനൊന്നും പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം. ഇപ്പോൾ ബിരിയാണിയിലേക്ക് വേണ്ട സബോളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് സബോള ഫ്രൈ ചെയ്ത നെയ്ൻ്റെ ഓയിലിൻ്റെ ആ മിക്സിയിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, പിന്നെ ഏലക്കായ, കറുവപ്പട്ട, കരിയാമ്പ് ഇത്രയും ചേർക്കാം. ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങിയാൽ തന്നെ നമുക്കിതിലേക്ക് റൈസ് ചേർക്കാം. ഞാൻ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം വെള്ളം വാർത്തിട്ടുള്ളതാണ് കേട്ടത്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഈ നെയ്യിലൊന്ന് വഴറ്റാം. കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 5 കപ്പ് തിളച്ച വെള്ളം ചേർത്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. വറ്റിച്ചെടുത്തതിന് ശേഷം ദം ചെയ്യുന്നത് കൊണ്ട് തന്നെ 3 കപ്പ് അരിക്ക് അതിൻ്റെ ഇരട്ടി 6 കപ്പ് വെള്ളത്തിൽ നിന്ന് 1 കപ്പ് വെള്ളം ഞാൻ കുറച്ചിട്ടുണ്ട്. അതായത് 5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. മുഴുവനായിട്ട് വറ്റി വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. 90% വെള്ളം വറ്റി വന്നാൽ ഫ്ലെയിം ഓഫാക്കി മൂടി വെച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് ദം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ചേർക്കാം. ഇതിലേക്കും കുറച്ച് നെയ്യിൻ്റെയും ഓയിലിൻ്റെയും മിക്സും പിന്നെ ഫ്രൈ ചെയ്ത സബോളയുടെ പകുതിയും ചേർക്കാം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി നമുക്ക് ചിക്കൻ മൂടി വെച്ചൊന്ന് വേവിക്കാം. ചിക്കൻ നന്നായി ചൂടായി വരാൻ തുടങ്ങിയാൽ ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. ചിക്കൻ മുഴുവനായിട്ട് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സാധാരണ ബിരിയാണി പോലെ തന്നെ ഏറ്റവും മുകളിലായിട്ട് ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും സബോള ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. നിങ്ങൾ ആദ്യം കണ്ട പോലെ തന്നെ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാനായിട്ട് ചാർക്കോൾ കൂടെ വെക്കാം. ഒരു ചെറിയ ബൗളിൽ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം വേണം കേട്ടോ ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് ഇടാനേ. കത്തിച്ച് ചാർക്കോൾ വെച്ച ഉടനെ തന്നെ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് ദം ചെയ്തെടുക്കാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു ഫ്ലേവറാണ് ഈ ബിരിയാണിക്ക്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെപ്പോഴും ഉണ്ടാക്കാറുള്ള ബിരിയാണിയേക്കാളൊക്കെ ഉണ്ടാക്കാൻ ഇത് വളരെ ഈസിയല്ലേ. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൈഡ് ഡിഷായിട്ട് കച്ചമ്പറോ അച്ചാറോ ചട്നിയോ ഒന്നും വേണമെന്നില്ല.
പക്ഷെ ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള ഈത്തപ്പഴം കൊണ്ടാട്ട അച്ചാർ ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അതും കാണാത്തവർക്കായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണമെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.